നമ്മൾ ജീവിതം ആസ്വദിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഒരുപാട് ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾക്ക് രാവിലെ നന്നായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല. പൊതുവെ പ്രവാസികളുടെ ഇടയിൽ ഒരു ചിന്തയുണ്ട്, അതിരാവിലെയൊക്കെ ആരെങ്കിലും ഭക്ഷണം കഴിക്കാറുണ്ടോ? അതുപോലെ രാത്രിയാണെങ്കിൽ നന്നായി ഭക്ഷണം കഴിക്കും. ഈ ചിന്താഗതി അവരവരെ രോഗികളാക്കുന്നു എന്നുള്ളത് പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ അതിരാവിലെയാണ് ബ്രേക്ക്ഫാസ്റ്റ് നന്നായി കഴിക്കേണ്ടത്, അതിനുശേഷം രാത്രിയൊക്കെ ലഘുവായിട്ടാണ് കഴിക്കേണ്ടത്. പ്രവാസികളുടെ ഇടയിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട് എന്നുള്ളതാണ് സത്യം. അതുപോലെ ഒരുപാട് ബിസിനസ് തിരക്കൊക്കെ ഉള്ള ആളുകൾ ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രമല്ല, ജീവിതം ആസ്വദിക്കുന്നില്ല എന്നുള്ളത് പച്ചയായ സത്യമാണ്. ഓരോ മനുഷ്യൻ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതമാണ്. നമ്മൾ എത്ര കാലം ജീവിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. ശ്വാസം ഒന്ന് നിലച്ചു പോയാൽ തീർന്നു നമ്മുടെ ജീവിതം, അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. എന്നിട്ടും നമ്മൾ എന്താണ് ചെയ്യുന്നത്? ജീവിതം നമ്മൾ ആസ്വദിക്കുന്നില്ല. നമ്മൾ സ്വപ്ന ലോകത്താണ്. പലതും വെട്ടിപ്പിടിക്കാനും പലതും ഉണ്ടാക്കാനും അതൊക്കെ വേണ്ട എന്നല്ല, ഇതൊക്കെ ആവശ്യമാണ്. ജീവിതത്തിൽ നമുക്ക് പണം വേണം, നമുക്ക് നല്ല വീട് വേണം, എല്ലാം ആവശ്യമാണ്. എന്നാലും ജീവിക്കാൻ മറന്നു പോകുന്ന വിഭാഗമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. എല്ലാം കഴിഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് വേണം ഒന്ന് ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം തീർന്നതിന് ശേഷം നിങ്ങൾ സെറ്റാകുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് ജീവിക്കാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മിഥ്യാധാരണ മാത്രമാണ്, ഒരു നടക്കാത്ത സ്വപ്നമാണ്. കാരണം നമ്മുടെ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഒരാൾ പഠിച്ചു, ജോലി ഉണ്ടാക്കി, പണമുണ്ടാക്കി, വീടുണ്ടാക്കി, മക്കളെയൊക്കെ വലിയ നിലയെത്തിച്ചു എന്നതിന് ശേഷം ജീവിക്കാം എന്ന് വിചാരിച്ചാൽ അപ്പോൾ രോഗം വരാൻ തുടങ്ങും. എന്തെങ്കിലും രോഗം വന്നു, പിന്നീട് അവർക്ക് ഒരു ജീവിതമുണ്ടോ? പിന്നീട് നല്ലൊരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല, കൂടുതൽ പുറത്തിറങ്ങാൻ പറ്റില്ല, മക്കളുടെ ഭരണമായിരിക്കും. ഒരുപാട് പ്രായമുള്ള ആളുകൾക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പ്രവാസികളാണ്. വേണ്ട പണമൊക്കെ വീട്ടിൽ അയച്ചിട്ട് വലിയ നിലയിലെത്തിച്ച് അവസാനം നിർത്തിപ്പോരുമ്പോൾ രോഗങ്ങളൊക്കെ ആയി വന്നപ്പോൾ ആർക്കും വേണ്ടാത്ത ഒരവസ്ഥാവിശേഷം കണ്ടുവരും. നിങ്ങളുടെ നാട്ടിൽ തന്നെ അങ്ങനെ ഒരുപാട് പ്രവാസികൾ ഉണ്ടാകും. ഇങ്ങനെ ഒരുപാട് പ്രവാസികളെ കാണുന്നത് കൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഓരോ നിമിഷവും ജീവിക്കാൻ ശ്രമിക്കണം. എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ടുള്ള ഒരു ജീവിതമില്ല, എല്ലാ പ്രതിസന്ധികളും തീർന്നിട്ടുള്ള ഒരു ജീവിത ആസ്വാദനം നമുക്കില്ല. അത് നമ്മുടെ മിഥ്യാധാരണ മാത്രമാണ്. നമ്മൾ വെറുതെ മനസ്സിൽ വിചാരിക്കുന്നതാണ് എല്ലാം സെറ്റിലാകുമെന്ന്. അങ്ങനെ എല്ലാം സെറ്റിലാകലില്ല. കാരണം നമ്മൾ പണമൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും ചിലപ്പോൾ മരിച്ചു പോകുന്നത്, എത്ര ആളുകൾ അങ്ങനെ മരിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നന്നായി ഭക്ഷണം കഴിക്കുക, നന്നായി ഉറങ്ങുക. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും കടമില്ലാത്ത മനുഷ്യരൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത് കടമുണ്ടെങ്കിലും സമാധാനത്തോടെ കടന്നുറങ്ങാൻ നമ്മൾ പരിശീലിക്കണം. സ്വന്തമായി പരിശീലിച്ചാൽ നമുക്ക് ആ രൂപത്തിലേക്ക് എത്താൻ പറ്റും. അതേപോലെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും ഓരോ നിമിഷവും നിങ്ങൾ ജീവിതം ആസ്വദിക്കാൻ ശ്രമിക്കണം. അല്ല എങ്കിൽ എല്ലാം ആയതിനു ശേഷം നമുക്ക് വൻ പരാജയമായിരിക്കും. വൻ പരാജയം നേരിട്ട ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഓർത്തു പോകുകയാണ്, കൊച്ചിയിൽ തന്നെ, ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല, ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, അദ്ദേഹം വലിയ വീട് വെച്ചു. പ്രവാസിയായിരുന്നു അദ്ദേഹം. വലിയ വീടൊക്കെ വെച്ച് എല്ലാം സെറ്റിലാക്കി തിരിച്ചു വരുമ്പോൾ മക്കളൊക്കെ പഠിച്ച് വിദേശത്ത് സെറ്റിലായിരിക്കുന്നു. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, ഈ വീടൊക്കെ ഭാഗം വെക്കുന്നു എന്ന് പറയുമ്പോൾ അതേ മക്കൾ പറയുകയാണ്, നിങ്ങൾ കിട്ടുന്ന വിലക്ക് വിറ്റിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചിലവൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ തന്നാൽ മതി, മക്കൾക്കതൊന്നും ആവശ്യമേ ഇല്ല എന്നുള്ളതാണ്. അപ്പം ഈ മനുഷ്യൻ 10-30 വർഷം കഷ്ടപ്പെട്ട് വീടുണ്ടാക്കി, എല്ലാം ഉണ്ടാക്കി, അവസാനം ഒരു ഗുണവുമില്ലാതെ, ആരുമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾ തന്നെ ചുറ്റുവട്ടത്ത് നോക്കിയാൽ മനസ്സിലാകും. അതുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ സന്തോഷം നമ്മൾ ഉണ്ടാക്കി ജീവിക്കണം. മനസ്സമാധാനമാണ് ഏറ്റവും വലുത്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് ചോദിച്ചാൽ അത് മനസ്സമാധാനത്തോടെ ജീവിക്കലാണ്. മനസ്സമാധാനം ഒരു മനുഷ്യൻ്റെ അവിഭാജ്യ ഘടകമാണ്. അത് പണത്തിൽ നിന്ന് കിട്ടില്ല, അത് നിങ്ങൾക്ക് അധികാരം ഉണ്ടാൽ കിട്ടില്ല. അത് നമ്മുടെ പോരായ്മകളും
നമുക്ക് എന്താണോ ഉള്ളത് അതിൽ സംതൃപ്തിപ്പെടുമ്പോൾ മാത്രം കിട്ടുന്നതാണ് മനസ്സമാധാനം എന്ന് പറയുന്നത്. പല ആളുകളെയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആളുകൾ. എത്ര ആളുകളാണ് ഫേസ്ബുക്കിൽ നോക്കിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ തൻ്റെ സുഹൃത്ത് നല്ലൊരു ഫോട്ടോ, എവിടെയോ ടൂർ പോയ ഒരു ഫോട്ടോ എടുത്തിട്ടു, അതല്ലെങ്കിൽ നല്ല വസ്ത്രം ധരിച്ചൊരു ഫോട്ടോ ഇട്ട് ഇത് കണ്ട് എനിക്കിതൊന്നും ഇല്ലല്ലോ, ഇവരൊക്കെ ഉഷാറായി പോയി എന്ന രീതിയിൽ ചിന്തിച്ച് മനസ്സ് മടക്കുന്ന എത്ര ആളുകളാണ് ഇന്ന്. ഒരുപാട് യുവാക്കളും യുവതികളുമുണ്ട് ഇങ്ങനെ താരതമ്യം ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, അവർ ഒരു ഫോട്ടോ ഇട്ടു എന്ന് വിചാരിച്ച് അവർ വലിയ ആളൊന്നും ആയിട്ടില്ല. അവരുടെ ഇടയിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. നിങ്ങളിലേക്ക് നോക്കുക, നിങ്ങളുടെ കഴിവുകളിലേക്ക് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് തന്നെ പുതിയ പുതിയ സ്വപ്നങ്ങൾ കാണുക എന്നുള്ളതാണ് അവിഭാജ്യമായ കാര്യം. അല്ലാതെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിയിട്ട് സ്വയം താരതമ്യം ചെയ്ത് ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന ആളുകളുണ്ട് എൻ്റെ സുഹൃത്തുക്കളെ. അവരോടൊക്കെയാണ് ഞാൻ പറയുന്നത്, എല്ലാ മനുഷ്യരോടുമാണ് പറയുന്നത്. ഓരോ നിമിഷവും നിങ്ങൾ ആസ്വദിച്ച് ജീവിക്കുക. നിങ്ങൾ മക്കൾക്ക് വേണ്ടിയല്ല ജീവിക്കേണ്ടത്. മക്കളെ വളർത്തൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവരൊരു നിലക്കിലെത്തിക്കൽ നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ്, അത് നിഷേധിക്കുന്നില്ല. പക്ഷേ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം നിങ്ങൾ വെറുതെ ആക്കരുത്. കാരണം ഇനിയുള്ള കാലത്തൊന്നും മക്കളൊക്കെ അവരവരുടെ പാട്ടിന് പോകും. അവർ കല്യാണം കഴിച്ച് അവരുടെ കുടുംബമായി. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ മക്കളൊക്കെ വിവാഹം കഴിഞ്ഞവരൊക്കെ ആരെങ്കിലും ഉണ്ടോ? അവരവരുടെ കുടുംബം, അവരുടെ ഭർത്താവ്, അവരുടെ കുട്ടികൾ, അവരുടെ ജോലി, അവരുമായി പോകും. അതല്ലാതെ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ജസ്റ്റ് ഒന്ന് സംസാരിക്കുമെന്നല്ലാതെ നിങ്ങളോടൊപ്പം ജീവിക്കാൻ അവരെ കിട്ടില്ല. അങ്ങനെ അതുകൊണ്ടാണ് പറയുന്നത്, മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ച്, മക്കൾക്ക് വേണ്ടി ടെൻഷൻ അടിച്ച്. ചില ആളുകളെ ശ്രദ്ധിച്ചാൽ മതി, എൻ്റെ പെൺമക്കളുണ്ട്, അവരെ കെട്ടിച്ചു വിടണം എന്ന് ചിന്താഗതി. പെൺമക്കളെ കെട്ടിച്ചു വിടാനൊന്നും ഈ കാലത്തല്ല, ഇനിയുള്ള ഒരു കാലത്തും പ്രശ്നമില്ല. ഇതൊക്കെ പഴയ ചിന്താഗതിയായിരുന്നു. സ്ത്രീധനത്തിന് വേണ്ടിയൊക്കെ സ്ത്രീധനമൊക്കെ ചോദിക്കുന്നത്. ഇന്ന് അങ്ങനെയൊന്നും പ്രശ്നങ്ങളില്ല. നമ്മൾ അങ്ങനെ ഒരു ചിന്താ രീതി വെച്ച് പുലർത്തരുത്. എന്താണ് മക്കളെയൊക്കെ, പെൺമക്കളെയൊക്കെ വളർത്തണം, എൻ്റെ ഉത്തരവാദിത്തമാണ്. അവരെ മക്കളെ വളർത്തുക, ആൺകുട്ടികളെ വളർത്തുന്ന പോലെ അവളെയും വളർത്തി ഒരു ജോലി ഉണ്ടാക്കുന്ന രൂപത്തിലെത്തിക്കുക എന്നല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ടെൻഷൻ അടിച്ച് കുടുംബഭാരം ചുമരിലേറ്റിക്കൊണ്ട് ജീവിക്കരുത്. അങ്ങനെ ജീവിച്ചിട്ട് രോഗിയായിട്ട് മരിക്കുന്ന ആളുകളെ നിങ്ങൾ എത്രയോ കാണാൻ പറ്റും. എല്ലാ മനുഷ്യരോടും പറയുന്നത്, നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തൃപ്തി കൊണ്ട് പുതിയ പുതിയ സ്വപ്നങ്ങൾ കാണുക. അത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ ജീവിക്കുക. ഇങ്ങനെയുള്ള നല്ലൊരു ജീവിതം നയിക്കുക. നല്ലൊരു ജീവിതം എല്ലാ ആളുകൾക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.